ഒരു രാജ്യത്തെ രാജാവിന് 10 വേട്ടനായ്ക്കളുണ്ടായിരുന്നു. തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങള് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഈ വേട്ടനായ്ക്കൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് രാജാവിന്റെ പതിവായിരുന്നു. അങ്ങനെയിരിക്കെ തന്റെ പ്രിയപ്പെട്ട ഭൃത്യരിൽ ഒരാൾ രാജാവിനോട് ഒരു അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ടോ രാജാവിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. രാജാവ് ഈ ഭൃത്യനെ വേട്ടനായ്ക്കൾക്ക് കൊടുക്കാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് കേട്ട് ഭൃത്യൻ രാജാവിനോട് താണു വീണ് ചോദിച്ചു, എനിക്കൊരു 10 ദിവസത്തെ സാവകാശം നീ തരണം. രാജാവ് സമ്മതിച്ചു. ഈ 10 ദിവസവും ഈ ഭൃത്യൻ ഈ വേട്ടനായ്ക്കൾക്കൊപ്പമാണ് ചെലവഴിച്ചത്. അവരെ കുളിപ്പിച്ച്, അവരെ ശുശ്രൂഷിച്ച്, അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിട്ട് ഈ ഭൃത്യൻ 10 ദിവസം ചെലവഴിച്ചു. 11ാമത്തെ ദിവസം ഈ ഭൃത്യനെ വേട്ടനായ്ക്കൾക്ക് കൊടുക്കുന്നത് കാണാൻ രാജാവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. ഈ വേട്ടനായ്ക്കള് ഈ ഭൃത്യനെ ഒന്നും ചെയ്യുന്നില്ല. അവര് സ്നേഹത്തോടെയാണ് ഇയാളുടെ അടുത്ത് പെരുമാറുന്നത്. ഇത് കണ്ട് ആശ്ചര്യത്തോടെ നിൽക്കുന്ന രാജാവിനോട് ഭൃത്യൻ പറഞ്ഞു, പ്രഭോ, കഴിഞ്ഞ വെറും 10 ദിവസമായിട്ട് ഞാൻ ഇവരെ ഒന്ന് സംരക്ഷിച്ചപ്പോൾ, ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ഇവർക്ക് എന്റെ സ്നേഹവും കരുതലൊക്കെ മനസ്സിലായി. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞാൻ അങ്ങേക്ക് ദാസ്യവേല ചെയ്യുന്നു, അങ്ങയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. എന്റെ സ്നേഹവും കരുതലൊന്നും അങ്ങ് മനസ്സിലാക്കിയില്ലല്ലോ എന്ന്. രാജാവിന് കാര്യം പിടികിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൂടെ അത്രയും നാൾ നിന്ന ആൾക്കാരെ, നമ്മുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരെ, നമുക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരെയൊന്നും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്താതിരിക്കാൻ ശ്രമിക്കണം. അവരുടെ ഒരു ഭാഗം കൂടെ, അല്ലെങ്കിൽ അവരുടെ ഒരു സൈഡും കൂടെ, അതിന്റെ ഒരു ജെനുവിനിറ്റിയും കൂടെ നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള സമയവും സാവകാശവും ഒക്കെ അവർക്ക് കൊടുക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ചുമ്മാ നിങ്ങൾ ചിരിച്ചേക്കണം. ജീവിതം പൊളിയാണ്. നമുക്ക് അടുത്ത വീഡിയോ കൂടെ കാണാം. ടാറ്റാ ബൈ ബൈ. സീ യു.